സന്ദീപ് വാര്യർ കളം മാറ്റി കോൺഗ്രസിൽ പോയതിനെ പറ്റിയുള്ള അഭിപ്രായം. സുരേഷ് ഗോപി എന്ന വ്യക്തി MP ആയി എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം വേണ്ട, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു, അദ്ദേഹത്തെ വളച്ചു കെട്ടുന്നു BJP എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഈ രണ്ട് വിഷയത്തെ പറ്റിയുള്ള പ്രതികരണം എന്താ? ഈ സന്ദീപ് വാര്യരെ പറ്റി എൻ്റെ അഭിപ്രായം, പാലക്കാട് സീറ്റ് കൊടുത്തായിരുന്നു സന്ദീപ് വാര്യർ വരുമായിരുന്നു. അവിടെ പ്രശ്നം. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ കാലുമാറ്റം എന്ന് തന്നെ പറയാം. അത് എനിക്ക് അത്ര ബഹുമാനം അയാളോട് തോന്നുന്നില്ല. സന്ദീപ് വാര്യരുടെ ഒരു ആ കാര്യത്തിൽ മാന്യനല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് ചുമക്കൂല്ലോ, ചുമ്മാ ചുമക്കട്ടെ. നാറിയവനെ ചുവന്നോ നാറും എന്ന് കോൺഗ്രസ് ഇപ്പം തന്നെ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്, അനുഭവിച്ചോളൂ. പിന്നെ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞു. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല, അങ്ങേരൊരു പൊതുപ്രവർത്തനാണെന്ന് പൊതുപ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി ഇപ്പോഴും സിനിമ എന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ ഏറ്റവും നല്ല നടന്മാരൊരാളുമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ MP ആണെന്ന് ആഗ്രഹിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. പുള്ളിയെല്ലാം നിൽക്കേണ്ടായിരുന്നു. നിന്ന സ്ഥിതിക്ക് ഞാൻ വോട്ട് ചെയ്തു. അതിന് മാന്യമായി പൊതുപ്രവർത്തകൻ ഒന്നിൽ നിൽക്കണം. സിനിമ അഭിനയിക്കുന്നത് ഞാൻ എതിരല്ല, പക്ഷേ സിനിമയേക്കാളും വലുത് പൊതുപ്രവർത്തനമാണെന്ന് കണക്കാക്കാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ ഒരു മന്ത്രി കൂടാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങളോട്, കേരളം മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളോട് നീതി ചെയ്യേണ്ടവരാണ്. അതുകൊണ്ടൊരു ഡൽഹി ആയിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തണം. ആഴ്ചയിൽ ഒരു 2-3 ദിവസം തൃശ്ശൂരും കേരളമായിട്ട് നിൽക്കണം. അങ്ങനെ ഒരു മാറ്റം സുരേഷ് ഗോപി വരുത്തി ഇന്ത്യക്ക് മാതൃകയായ ഒരു മന്ത്രിയായി മാറുന്നത് കാണാനാണ് എൻ്റെ ആഗ്രഹം. PC ജോർജിന് എപ്പോഴാണ് ഒരു ദേഷ്യം വരുന്നത്? എനിക്ക് ദേഷ്യം വരുന്നത് ഈ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾ വണ്ടി ഓടിക്കും. എനിക്ക് അരിശം വരാറുണ്ട്. ഏതെങ്കിലും മലയാളി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവനൊക്കെ അവൻ്റെ സൗകര്യം പോലെ വണ്ടി ഓടിച്ച് പോവല്ലേ. പലപ്പോഴും വണ്ടി നിർത്തി ഞാൻ ചന്തയ്ക്ക് വിളിക്കാറുണ്ട്. എൻ്റെ ഡ്രൈവർ ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങൾ വളരെ ഒരു മീഡിയം 60 കിലോമീറ്റർ, അല്ലെ വലിയ മെയിൻ റോഡാണ് 80 കിലോമീറ്റർ, അല്ലെ 40, ആ സ്പീഡിലേ പോകാറില്ല ഞാൻ. അപ്പോൾ പോകുന്ന എത്ര സ്പീഡുണ്ട്, എത്ര ആവശ്യമുണ്ടല്ലോ അങ്ങനെ പോകുന്നു. ഒരിക്കലും നിയമം തെറ്റിക്കാൻ സമ്മതിക്കില്ല, നിയമം തെറ്റിക്കാറില്ല. ഏതെങ്കിലും പോലീസുകാരൻ കൈ കാണിക്കാൻ അകലെ നിൽക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയേക്കും. അവർ പോകാൻ പറയാതെ ഞാൻ പോകില്ല. എനിക്ക് വെരി സ്ട്രിക്റ്റ് ആക്കാൻ, നിയമം പാലിക്കണം. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഗതികേട് നിയമം പാലിക്കില്ല. ഒറ്റയൊരുത്തം വണ്ടി മര്യാദയ്ക്ക് ഓടിക്കുകയില്ല. ഇപ്പം മുടിയാനായിട്ട് ഡ്രൈവർമാരെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണ്ട, നടുക്കൂടെ ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനെ കൂടെ പോകണം, അത് ശരിയെന്നാണ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത്. ഈ വാദ്യന്മാരെ തന്നെ സത്യത്തിൽ ഇടതുവശം ചേർന്ന് പോകണ്ടേ, പോകല. നമ്മളിപ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ വലതുവശത്ത് അങ്ങേ മറ്റേ അവിടെ നിന്ന് ആരും വല്ലാത്ത സമയത്ത് ഓവർടേക്കേണ്ടി വരും. ഈ ഡ്രൈവിംഗ് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ചില നിയമം കർക്കശമായി നടപ്പാക്കാൻ ഞങ്ങളുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകണം. ആ കാര്യത്തിൽ മന്ത്രി ഗണേശൻ കുഴപ്പമുള്ളവരല്ല, ഗണേശൻ ആ കാര്യത്തിൽ ഇച്ചിരി ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇങ്ങനെയുള്ള ചില കർക്കശങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇത് തന്നെ നിലപാടുകളൊക്കെ ആയിട്ട് വാർത്തകളിലും TV അഭിമുഖങ്ങളിലൊക്കെ വന്ന് പറയുകയും ചെയ്യും. അപ്പം അതിന് പല പ്രത്യാഘാതങ്ങളും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ കൂടെയുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളോ സുഹൃത്തുക്കളൊക്കെ അവനോടൊന്ന് ഒരു പൊടിക്ക് അടങ്ങാൻ പറയൂ, അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. എൻ്റെ അടുത്ത് പറയല, പിന്നെ അവൻ പറഞ്ഞിട്ട് വരികയല്ല, അവളുടെ അടുത്തൊന്ന് പറയൂ. അത് ഞാൻ ഇത്രയും പറയുന്നത് പോരെന്നുള്ള അഭിപ്രായത്തിൽ നീങ്ങുന്നത് ഞാൻ മാത്രമല്ലെന്ന്. ഇപ്പം നമ്മുടെ കേരള നിയമസഭ നടക്കുന്നു, ആരെങ്കിലും മിണ്ടുന്നവനുണ്ടോ അതിനകത്ത്? മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ചെയ്യുന്നു, എല്ലാവരോടും കൂടുതൽ കൈവെക്കുന്നു. ഒരു വിശദമായ ചർച്ചയോ വിമർശനമോ നിയമസഭ കേൾക്കാറുണ്ട്. ഞാൻ ഈ പ്രതിപക്ഷ വീഡിയോ ഇങ്ങനെ ആയാലോ എന്ന് അപ്പം ദുഃഖിക്കുക. നമ്മൾ വിമർശനം വേണ്ടേ? അതില്ല. വിമർശനം എന്തിനാണ്? നന്മയ്ക്കാണ്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ എന്തൊരു ഗതികേടാണ്. കോൺഗ്രസിൻ്റെ കഷ്ടകാലമാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ പാർലമെൻറ്റ് 3 ദിവസം കൂടിയിട്ടും ബോയ്ക്കോട്ട് ചെയ്തിരിക്കുക കോൺഗ്രസ്. എന്തൊരു കോൺഗ്രസ് ഇത്? ജവഹർലാൽ നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും ഒക്കെ പാർട്ടിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ദിരാഗാന്ധി ഒക്കെ പാർട്ടിയാണോന്ന്. തകർന്ന് തരിപ്പെടുവായെന്നതിനർത്ഥം ഒരു കാര്യം ചർച്ച ചെയ്യാൻ പോലും തയ്യാറില്ലല്ലോ. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ആയപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി കോൺഗ്രസിനോടൊപ്പമുള്ള മുഴുവൻ കക്ഷികളും അവരെ ഇട്ടേച്ച് പോയി, ആരും ഇല്ലെന്നായി. അപ്പോഴാണ് പാർലമെൻറ്റിൽ സഭയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. എന്തൊരു നാണക്കേടാ! ഇത്രയും സീറ്റ് കൊടുത്ത് ജനം വിജയിപ്പിച്ച ഒരു പാർട്ടിയല്ലേ ഈ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇങ്ങനെ അതപ്പതിക്കാവോ? ഇവിടുത്തെ കലയെന്നാ. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഒറ്റൊന്നും തെറ്റിദ്ധരിക്കുന്നത്, ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സത്യത്തിൽ PDP, പോപ്പുലർ ഫ്രണ്ട്, SDP ഒക്കെ വരണ്ടേ. പക്ഷേ മുസ്ലിം ലീഗ് പോലും ആ കൂട്ടത്ത് കൂടുക. അപ്പോൾ എവിടെ പോയി നിൽക്കും? അത് മുസ്ലിം വർഗീയതയായി മാറുക. അതുപോലെ തന്നെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് BJP തോപ്പിക്കണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും KT ജലീൽ CPM പിണറായിയുടെ പാർട്ടിയാണ്. അയാളും PDPയും
ഉള്ള രാജ്യത്തുള്ള വിവിധ ഇത്തമസ കക്ഷികൾ മുസ്ലിമായിട്ടുള്ളതെല്ലാം ഒരുമിച്ച് ചേർന്ന് കൂടാലോചനയോടെ 44,000 വോട്ട് ഒരുമിച്ച് ചെയ്യുക കോൺഗ്രസ്. എന്തുകൊണ്ട് കോൺഗ്രസ് വോട്ട് ചെയ്തു? കോൺഗ്രസ് അവർ കോംപ്രമൈസ് തയ്യാറാണ്. അപ്പം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വർഗീയ മുന്നേറ്റത്തിന് കോൺഗ്രസ് തയ്യാറാണ്. അതിൻ്റെയാണ് ഇപ്പോൾ പാലക്കാട് ജയിച്ചതല്ലാതെ BJP തോൽവിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അവിടെ തൊട്ടടുത്ത ചേലക്കര 10,000 വോട്ട് BJP കൂടി, അതാരും മിണ്ടുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്ക നിന്ന വയനാട് പാർലമെൻറ്റ് സീറ്റിൽ ക്രിസ്ത്യാനി ഉള്ള സ്ഥലങ്ങളിലെല്ലാം BJP വോട്ട് കൂടി. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ, ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻ വിഭാഗം. ആ ക്രിസ്ത്യൻ വിഭാഗത്തെ രക്ഷിക്കാൻ ഇപ്പോൾ BJP ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇതിന് പുറത്തുള്ള കാര്യം. അതാണ് മുനമ്പ ഇഷ്യൂ. ഇന്ന് ഈ അടുത്ത ദിവസം നമ്മുടെ VD സതീശൻ ചെല്ലുന്നത് എറണാകുളത്തുള്ള VD നോർത്ത് പറവൂരാ. ആ സതീശൻ്റെ വീടിൻ്റെ അതിൽ ആ മുനമ്പത്തോട് പോകേണ്ടത്. ഇത്ര കാലം എവിടെ ആയിരുന്നു? അവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കേരള നിയമസഭയിൽ പിണറായി കൊണ്ടുവന്ന അബ്ദുൾ റഹ്മാനോട് അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കിയമാരെ പിന്നെ എങ്ങനെ നന്നാവും? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അങ്ങനെ പ്രമേയത്തിൽ കൂടി നിൽക്കാവോ? ദൈവവിശ്വാസി എന്നതിന് കൂട്ടി നിൽക്കാവോ? ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉൾപ്പെടെയുള്ള ദൈവവിശ്വാസം കൂട്ടിയിരിക്കുന്നത് തെറ്റാണ്. മാണിയും ജോസഫ് അതിന് കൈപൊക്കി. ഇപ്പോൾ ജോസഫിനെ കാണാനല്ല, ഒളിച്ചു കിടക്കുക. നാട്ടിലിറങ്ങിയപ്പോൾ തെറി പാഴ്സായിട്ട് കിട്ടുന്നുണ്ട്. ജോസ് കെ മാണി പുരമ്പത്തി വന്നപ്പോൾ ആവശ്യത്തിന് തെറി മേടിച്ചു. ഇപ്പം നിവൃത്തിയില്ലാതായിരിക്കുക. ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ വർഗീയതയോ മുസ്ലിം വർഗീയതയോ അല്ല ഞാൻ പറഞ്ഞു. മുസ്ലിമും ക്രിസ്ത്യാനിക്കും ഒന്നിച്ചു പോകണം. അതിന് വർഗീയത പാടില്ല. ഞാൻ അതിനിടയ്ക്ക് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വിശ്വാസപരമായ കാര്യങ്ങൾ പരസ്പരം തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഹിന്ദു മതവിശ്വാസപ്രകാരം പോകണം, ക്രിസ്ത്യാനി വിശ്വാസത്തിൽ പോകണം, മുസ്ലിം മതവിശ്വാസപ്രകാരത്തിൽ പോകണം. അതിനകത്ത് തീവ്രവാദം കൊണ്ടുവരാൻ പാടില്ല. ആ തീവ്രവാദം കൊണ്ടുവരുന്നതാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം. കേരളത്തിലെ LDF UDF പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. പിന്നെ കോൺഗ്രസിനെയൊക്കെ ഭേദം പിണറായി വിജയനാണ്. അദ്ദേഹം ആളെ മുറ്റുമ്പോഴെങ്കിലും നിങ്ങളുടെ പോക്ക് ശരിയല്ലെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് അതും പറയാമല്ലോ, പേടിയാണ്. അപ്പം കേരള രാഷ്ട്രീയം തന്നെ മലീമസമായി എന്ന് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ് PC ജോർജ് സാർ. അതായത് ബാക്കിയുള്ള നേതാക്കളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലും എന്താണോ കേരള രാഷ്ട്രീയത്തിലും കേന്ദ്ര രാഷ്ട്രീയത്തിലും നടക്കുന്നത് അതിനെപ്പറ്റി കൃത്യമായിട്ട് നിലപാടുകളും അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. എത്ര സമയം ചിലവാക്കും ഈ വായനയ്ക്കും ഇതിന് അപ്ഡേറ്റ് ആവാനൊക്കെ? രാവിലെ ഒരു 6 മണിക്ക് വായന തുടങ്ങിയാൽ ഒരു 8 മണി വരെ വായിക്കും. അതിനിടയിലൊരു ഫോൺ വന്നാൽ പോലും അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് പിന്നെ ബാക്കി. ദൈവവിശ്വാസി എന്ന് പറയുമ്പോൾ എത്രമാത്രം വിശ്വാസം ഉണ്ടാവും? വളരെ നല്ല ദൈവവിശ്വാസം. കേരള രാഷ്ട്രീയത്തിലും കേന്ദ്ര രാഷ്ട്രീയത്തിലും ഇപ്പോൾ BJPയുടെ ഒരു മുന്നേറ്റം ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ PC ജോർജ് എന്നുള്ള മനുഷ്യൻ BJPയോടുകൂടി ചേർന്ന് നിൽക്കുന്നത്? അല്ല, ഞാൻ വന്നതിന് ശേഷം ആ BJPക്ക് മുന്നേറ്റം ഉണ്ടായത്. എൻ്റെ ഔദാര്യം എന്നല്ല ഞാൻ പറഞ്ഞ്. BJP എന്ന് പറയുമ്പോൾ ആരും തൊടാൻ പാടില്ലാത്ത പാർട്ടി എന്ന് LDF UDF ഇവിടെ പ്രചരിപ്പിച്ച്